നമുക്ക് കാർഡ്സ് എടുക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ദീർഘനിശ്വാസം ഇട്ട് വിടുക. ഫസ്റ്റ് കാർഡ്. ഫസ്റ്റ് കാർഡ് ഡബിൾ ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് പെൻറ്റക്കിൾസ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് ഡബിളും സെക്കൻഡ് കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് കാർഡ് ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ്. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് വാൺസ്. ഒരു കാർഡ് കൂടി എടുക്കാം. ദ ഹീറോഫന്റ്. ഓക്കെ, 5 കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് യൂണിവേഴ്സ് റെസനേറ്റ് ചെയ്യുന്ന എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഡബിൾ കാർഡാണ്. ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ഒരു കാർഡാണ്. ആരുടെയോ ഒക്കെ ഒരു ഇടപെടലുകളുണ്ട്. നിങ്ങൾ ഇപ്പോൾ കയറിയ ജോബിൽ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ വന്നിട്ടത് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് അവിടുന്ന് ശമ്പളമൊക്കെ കിട്ടാൻ ഇച്ചിരി പ്രയാസം കാണും. എന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും. നിങ്ങൾക്ക് അവിടുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് തുടക്കത്തിലുള്ള സ്ട്രഗ്ലിങ്സ് കഴിയുമ്പോൾ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് വന്നത് സപ്പോർട്ടീവായിട്ടിരിക്കും, കെയറിങ് ആയിരിക്കും, ഇമോഷണൽ ആയിട്ടൊക്കെ അറ്റാച്ച്ഡ് ആവാൻ പറ്റും അവിടുത്തെ സ്റ്റാഫോ മാനേജറോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഹയർ അതോറിറ്റി ആയിട്ട്. ദ ഹീറോഫന്റ് ആണ്. പിന്നീട് വന്നത് നൈറ്റ് ഓഫ് വോൺസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ജോലിയിൽ ഉന്നമനം തന്നെ കിട്ടും, സ്ഥാനക്കയറ്റം കിട്ടും. നിങ്ങളൊരു പായുന്ന കുതിരയെ പോലെ മുന്നോട്ട് പോകും. പാഷനേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരു ആക്ഷൻ ടേക്കർ ആയിട്ടൊക്കെ ഉള്ളൊരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടും. ദ ഹീറോഫന്റ് ആണ് ലാസ്റ്റ് വന്നത്. ദ ഹീറോഫന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ സപ്പോർട്ടുണ്ട്, എനർജി നിങ്ങളെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ നെഗറ്റീവായിരിക്കുന്ന ഈ ഡബിൾ എനർജിയെ നിങ്ങൾക്ക് അത് പോസിറ്റീവാക്കി മാറ്റാൻ കുറച്ച് താമസം വരും. ഒരു രണ്ടാഴ്ചയോ